എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പര്യടനത്തിൽ ചരിത്രം കുറിച്ചപ്പോൾ പരാജയത്തിനു ശേഷം ബെൻ സ്റ്റോക്സ് രോഷാകുലനായി പ്രതികരിക്കുകയായിരുന്നു. ഇന്ത്യൻ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കൊരു ലൈക്ക് നൽകുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പരമ്പരയിലെ 5ാം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയമായ മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓരോ കളിക്കാരന്റെയും പേര് ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെടും. ഇത് വെറുമൊരു മത്സര വിജയമായിരുന്നില്ല, ഇന്ത്യയുടെ അഭിമാനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പോരാട്ടമായിരുന്നു. മത്സരത്തിന്റെ 5ാം ദിവസം ഇന്ത്യക്ക് വിജയത്തിനായി പ്രതിരോധിക്കേണ്ടിയിരുന്നത് വെറും 35 റൺസായിരുന്നു. മുഹമ്മദ് സിറാജ് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് തന്നെ കളം നിറഞ്ഞാടി. ഇംഗ്ലണ്ടിന്റെ അപകടകാരികളായ ജാമി സ്മിത്ത്, ജാമി ഓവർട്ടൺ എന്നിവർക്ക് 35 റൺസ് നേടുന്നത് ഒരു വലിയ കാര്യമായിരുന്നില്ല. എന്നാൽ 5ാം ദിവസത്തിന്റെ തുടക്കം മുതൽ സിറാജിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ഏത് വില കൊടുത്തും ഇന്ത്യയെ വിജയിപ്പിക്കുക. 78ാം ഓവറിലെ 3ാം പന്തിൽ ധ്രുവ് ജൂരലിന്റെ കൈകളിലേക്ക് ക്യാച്ച് നൽകി ജാമി സ്മിത്തിനെ പുറത്താക്കി സിറാജ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. തൊട്ടടുത്ത ഓവറിൽ തന്നെ ഓവർട്ടനെ LBWയിൽ കുരുക്കി സിറാജ് ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കി. ഇതോടെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 19 റൺസായിരുന്നു. പക്ഷേ സമ്മർദ്ദം കാരണം അവർക്കത് 190 റൺസിന് തുല്യമായിരുന്നു. അവസാന വിക്കറ്റും വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ വിജയം ഉറപ്പിച്ചു. ക്രിസ് വോക്സ് ടീമിനായി ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും തകർപ്പൻ ബൌളിംഗ് പ്രകടനത്തിന് മുന്നിൽ ഇംഗ്ലണ്ടിന് പിടിച്ചു നിൽക്കാനായില്ല. 3ാം ദിവസം മുതൽ കളി ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ഈ 2 ബൌളർമാരാണ്. ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചത്. എന്നാൽ ഈ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം ബെൻ സ്റ്റോക്സ് കടുത്ത നിരാശയിലാണ്. 4 ദിവസവും വിജയം കൈപ്പിടിയിലായിരുന്നിട്ടും 5ാം ദിവസം കളി കൈവിട്ടത് സ്റ്റോക്സിന് വിശ്വസിക്കാനാവുന്നില്ല. പ്രത്യേകിച്ച് സിറാജിന്റെ തകർപ്പൻ ബൌളിംഗ് പ്രകടനം. തോൽവിക്ക് ശേഷം രോഷാകുലനായ ബെൻ സ്റ്റോക്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതൊരിക്കലും മറക്കാനാവാത്ത ഒരു മത്സരമാണ്. ഉറങ്ങുമ്പോൾ പോലും ഈ തോൽവി എന്നെ വേട്ടയാടും. ടെസ്റ്റ് ഫോർമാറ്റാണ് ഇംഗ്ലണ്ടിന് എല്ലാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ മുന്നിലെത്താനും ഇന്ത്യയെ തോൽപ്പിച്ച് ടെസ്റ്റിലെ യഥാർത്ഥ രാജാവ് ആരാണെന്ന് തെളിയിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരായിരുന്നു. ഞങ്ങൾ കളിയിൽ മുന്നിലായിരുന്നെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. മുഹമ്മദ് സിറാജിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒരു ബാറ്റ്സ്മാന് പരിക്കേൽക്കുന്നതുപോലെ 10 ഇരട്ടി വേദനയാണ് ഒരു ബൌളർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അവൻ ഒരു സിംഹത്തെ പോലെ പോരാടി അത്ഭുതം കാണിച്ചു. 4ാം ദിവസം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടും 5ാം ദിവസം സിറാജ് വരുത്തിയ മാറ്റം നിർണായകമായിരുന്നു. സിറാജിന്റെ ആ സ്പെല്ലില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 100% വിജയിക്കുമായിരുന്നു. പ്രസിദ്ധ കൃഷ്ണയും സിറാജുമാണ് ഞങ്ങളിൽ നിന്ന് വിജയം തട്ടിയെടുത്തത്. ഈ തോൽവി എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാവുമെന്ന് അറിയില്ല. എന്റെ രാജ്യത്തോട് ഞാൻ ഇതിന് മറുപടി പറയും. അടുത്ത തവണ ഇന്ത്യയിൽ വന്ന് അവരെ തോൽപ്പിക്കും. ഇത് എന്റെ രാജ്യത്തോട് ഞാൻ നൽകുന്ന വാക്കാണ്, സ്റ്റോക്സ് പറഞ്ഞു. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. ഈ പോരാട്ടവും ഇന്ത്യൻ ടീമിന്റെ ആത്മാർത്ഥതയും വലിയ ഒരു അടിത്തറ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.